ഈ 7 ആൾക്കാർ അധമന്മാരാണ്, ഇവരൊരു പണി ഏൽപ്പിച്ചാൽ നടക്കില്ല എന്നാണ്. എത്ര കൃത്യമായിട്ടാണ് അന്നത്തെ കാലത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഈ 7 സ്വഭാവവും നമ്മളെ ഉള്ളിലുണ്ട്. ചില പേഴ്സൻറ്റേജ് ആ സ്വഭാവത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും. അന്ന് അച്ഛൻ പറഞ്ഞത്, ആ വഴി തെറ്റാൻ സാധ്യത ഉണ്ടെങ്കിൽ അവൻ യാത്രയൊന്നും പോകണ്ട, ഇവിടെ നിന്ന് വഴി തെറ്റും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് A4 ഇന്ത്യേൻ്റെ മാപ്പ് കണ്ട പരിചയമുള്ളൂ. ഇന്ത്യക്ക് ഇത്ര വലിപ്പമുള്ള നമുക്കറിയില്ല. അങ്ങനെ ട്രെയിനിൽ കയറി നമ്മൾ വിചാരിക്കുന്നത് തലശ്ശേരിയും കണ്ണൂരും കഴിഞ്ഞാൽ ഹരിദ്വാർ എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ ട്രെയിൻ എത്തണ്ടേ. നമ്മൾ ഈ ജീവിതത്തെ പഠിച്ചത് സ്കൂളിൽ നിന്നല്ലല്ലോ, സിലബസ് നല്ലല്ലോ. നമ്മൾ യാത്രകളിൽ നിന്നും ആൾക്കാരായിട്ടുള്ള അനുഭവത്തിൽ നിന്നൊക്കെയല്ലേ ജീവിതത്തെ പഠിച്ചത്. അവർ കെന്ത്രോൻ പാട്ട് എന്ന് പറയുന്നൊരു പാട്ടിൽ, കെന്ത്രോൻ പാട്ട് ഗന്ധർവൻ എന്താണെന്ന് പറയുന്ന അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അൺഫുൾഫിൽഡ് ബിസിനസ്സാണ് ഗന്ധർവൻ. പുരാണം കേൾക്കുമ്പോൾ നമുക്ക് വിഡ്ഢിത്തൊക്കെ തോന്നും. പലപ്പോഴും ആൾക്കാർക്ക് എന്താണ് ഹിന്ദു ദൈവങ്ങൾക്ക് 5ഉം 10ഉം കൈകൾ, അതിലൊക്കെ ഭീകര ആയുധങ്ങൾ, ആരെങ്കിലും കണ്ടാൽ കുത്തി കൊല്ലുക, ഈ തലയോട്ടി ധരിച്ച് നാവൊക്കെ നീട്ടി പേടിപ്പിക്കുന്ന ഒരു ദേവത. അതിൽ പ്രശ്നവാദി ഗുരുർ മൗനി കിമേഘ സ്തംഭ മൂലകോ പ്രേക്ഷകോ ബാണ സപ്തൈതേ സജീവാധമ. നമസ്തേ, എല്ലാവർക്കും വീണ്ടും ഒരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ യതീഷ ഒത്തിരി ഇന്നത്തെ ആധ്യാത്മിക സമൂഹത്തിലും അല്ലാതെയുമുള്ള ഒരുപാട് പേരെ നമ്മളിപ്പം പോഡ്കാസ്റ്റിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതിൽ ആദ്യം ചെയ്ത പോഡ്കാസ്റ്റിൽ നമ്മൾ കണ്ട ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ട്. അന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഒരു സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രെയിനറെയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആളുടെ വേറെ മേഖലയിലേക്കാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. ഒത്തിരി യാത്ര ചെയ്യുന്നത് കാരണം നമുക്ക് പല പോഡ്കാസ്റ്റിലേക്കും പങ്കെടുക്കാൻ സാധിക്കാത്ത വിധം പുള്ളി പല രാജ്യങ്ങളിലായതുകൊണ്ട് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസത്തെ ഫോളോ അപ്പിൽ ഇന്ന് കുറച്ച് സമയം നമ്മളൊപ്പം ചിലവഴിക്കാൻ കിട്ടിയിട്ടുണ്ട്. പലർക്കും, ഞാനടക്കം പലർക്കും അറിയാത്തൊരു ഏരിയയാണ്. നമ്മളിവിടെ വന്ന മഹത്വത്തിൻ്റെ എല്ലാം തന്നെ അവരുടെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ വ്യക്തി ജീവിതം. കാരണം ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് കടക്കുന്ന നമ്മളെപ്പോലുള്ള സീക്കേഴ്സിന് എപ്പോഴും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വന്ന മാറ്റങ്ങൾ, അവർക്ക് എങ്ങനെയാണ് ആ ഒരു ഏരിയയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെ വന്നു എന്നറിയുമ്പോൾ നമുക്കും ചില വാതിലുകൾ അല്ലെങ്കിൽ ചില ജനലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്ന് ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വരാൻ ഉള്ള ഒത്തിരി അവസരങ്ങളുണ്ടായി എന്നറിഞ്ഞതിലും അതിന് അവസരം ഇനി ഉണ്ടാവാനും നമുക്ക് സാധ്യതകളുണ്ട്. അതാണ് യതീഷ എപ്പോഴും ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പോൾ ഇന്നത്തെ അതിഥിയിലേക്ക് കടക്കാം. നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ആദ്യം ചെയ്ത പോഡ്കാസ്റ്റ് സൈക്കോളജി ബേസ് ചെയ്തിട്ട് എനിയഗ്രാം ഒക്കെയാണ് ചെയ്തത്. അതെ, അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒത്തിരി പേര് അത് കാണുകയും എന്താ പറയുക, ഈ ചാനലിനെ ഒരുപാട് റീച്ച് ചെയ്യാൻ അത് സാധിച്ചു എന്നുള്ളതാണ്. ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. വലിയൊരു നല്ല ഓഡിയൻസ്. അത് യതീഷ ചുരുങ്ങിയ കാലം കൊണ്ട് സമൂഹത്തിൽ വലിയൊരു ഇടം പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആ ജെന്യൂൻ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് റിയലാണ് എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ടാണത്. എന്തായാലും അതുകൊണ്ട് തന്നെ വീണ്ടും സന്തോഷം, വീണ്ടും ഈ സീറ്റിലിരിക്കും. അപ്പം അതിലൊരു പല റീൽസും അപ്പം നമ്മളത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളങ്ങനെ ഒരു മാർക്കറ്റിങ്ങിലൊന്നും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്യുന്നില്ല, നമ്മളത് അപ്ലോഡ് ചെയ്യാമെന്ന് മാത്രമാണ് നമ്മളുടെ കർത്തവ്യം. പക്ഷെ അത് തന്നെ കട്ട് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അത് കുറേ പേര് ഇൻസ്റ്റയിൽ ആ സാധനം ഇട്ടിട്ട് ഞാൻ കണ്ടു. യൂട്യൂബിൽ ഒരുപാട് ഡിസ്കഷൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷൻ വീഡിയോസ് ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ സന്തോഷം. അതെനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് റീച്ച് ആവുകയും ചെയ്തു. അതിൽ ഒരുപാട് ആൾക്കാരുടെ ഒരു മനസ്സിൽ അതൊരു വലിയ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിനെ കാണുന്നത്. ആ ചുരിദാറിൻ്റെ കഥയൊക്കെ തന്നെ വളരെയധികം ആൾക്കാർ കാണാനുണ്ടായി. അപ്പോൾ സന്തോഷം ഒരു സന്തോഷ വാർത്ത പങ്കുവച്ചതിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ മുഖവുര പറഞ്ഞ പോലെ തന്നെ എനിക്കും ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ട് എന്ന ആളെ പരിചയം എൻ്റെ സൈക്കോളജി പഠിക്കുന്ന പഠനകാലത്ത് എനിയഗ്രാം പഠിച്ച. അതാണ് ഞാനിപ്പോഴും പലരും ശ്രീനാഥ്ജി എന്ന് വിളിക്കുമ്പോൾ ഞാൻ സാറെന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങയുടെ ഒരു പേഴ്സണൽ ലൈഫ് എവിടെ നിന്നാണ് അല്ലെങ്കിൽ അങ്ങ് എങ്ങനെ തുടങ്ങി, അല്ലെങ്കിൽ അങ്ങയുടെ സ്പിരിച്വൽ പാത്ത്. കാരണം ഒത്തിരി യാത്രകൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കാണുന്നത് അങ്ങയുടെ യാത്രകളാണ്. ഇപ്പം ഈ റീസെൻറ്റ് കുംഭമേള മുതൽ ഈവൻ എന്താ പറയുക US യാത്രകൾ, ഈജിപ്ത് യാത്രകളൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന അങ്ങ് ഒരു എന്താ പറയുക യാത്രാ വിവരണം എഴുതുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇപ്പോൾ ആലോചിക്കാറുണ്ട്. അപ്പോൾ അങ്ങയിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക്? തീർച്ചയായിട്ടും. അത് എങ്ങനെയാണ് പറയേണ്ടത് എന്നറിയില്ല. നമുക്ക് വെറുതെ കഥ പറയുന്ന കൂട്ടത്തിൽ
ഒരു ഒഴുക്കിലങ്ങ് പറയാം. അതൊരു അക്കാഡമിക്കലി അല്ലെങ്കിൽ ഒരു ക്രോണോളജിക്കലി ഇന്ന ഇയറിൽ ഇന്ന ദിവസം അങ്ങനെ പറയാൻ സാധിക്കില്ല. അതൊരു ഓർമ്മയിലുള്ള കാര്യങ്ങൾ പറയാം സന്തോഷമുള്ളതിൽ. ഒന്ന്, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് അല്ലെങ്കിൽ നന്ദി പറയേണ്ടത് പാരൻസിനോടാണ്, അച്ഛനോടും അമ്മയോടൊക്കെയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ പറയാറുണ്ട് പാരൻസൊക്കെ ഒരു ഓവർ പാരൻറ്റിങ് ആണ് എന്ന് പറയാറുണ്ട്. അതായത് കുട്ടിയുടെ പരീക്ഷ ഏതാണ് എന്ന് കുട്ടിയേക്കാൾ നന്നായിട്ട് അച്ഛനും അമ്മയ്ക്ക് അറിയുകയും, കുട്ടിയുടെ പരീക്ഷേൻ്റെ അന്ന് അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രഷർ കൂടുകയും അച്ഛന് ഷുഗർ കൂടുകയും BP കൂടുകയൊക്കെ ചെയ്യുന്നൊരു കാലമാണ്. പക്ഷെ എൻ്റെ ഒരു പാരൻറ്റിങ്ങിൽ ഒരു ഓവർ പാരൻറ്റിങ് ഇല്ലായിരുന്നു. കുറച്ചും കൂടി സ്വതന്ത്രമായിട്ട് അച്ഛനും അമ്മയൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ ജേണി അതുപോലെ തന്നെ ഒരു ഭൗതിക യാത്ര അങ്ങനെ രണ്ടും തിരിക്കാൻ സാധിക്കില്ല. കാരണം ഭാരതത്തെ സംബന്ധിച്ച് സ്പിരിച്വാലിറ്റിയും ഭൗതികതയും ഒന്ന് തന്നെയാണ്. ഈ വിദേശിയാണ് സ്പിരിറ്റിൽ നിന്ന് സ്പിരിച്വാലിറ്റിയും മാറ്ററിന്ന് മെറ്റീരിയലിസ്റ്റിക് ഉണ്ടാക്കിയപ്പോഴാണ് സ്പിരിറ്റും മാറ്ററും വിദേശിക്കാണ് രണ്ടെണ്ണം. ഭാരതത്തെ സംബന്ധിച്ച് സ്പിരിറ്റ് തന്നെയാണ് മാറ്റർ ആയതെന്നുള്ളതുകൊണ്ട് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിനെ സ്പിരിച്വൽ ലൈഫ് മെറ്റീരിയൽ ലൈഫ് എന്ന് രണ്ടും തരംതിരിക്കാൻ സാധിക്കാതെ രീതിയിൽ ഒരേ നാണയത്തിൻ്റെ രണ്ട് ഭാഗമാണ്. അപ്പം അതിൽ എല്ലാം പെടും. ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, അതിനെ നോക്കി കാണുന്ന രീതി ഒക്കെ വ്യത്യസ്തങ്ങളാണല്ലോ. ഓരോ മനുഷ്യനും വ്യത്യസ്തനാവുന്ന അങ്ങനെയാണല്ലോ. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് എനിക്ക് തോന്നുന്നു സാഹചര്യങ്ങളും പാരൻസും അവരുടെ ചിന്തകളും ഒക്കെയാണ്. അച്ഛൻ പ്രത്യേകിച്ച് ഒരു സാക്ഷിത്വത്തോടു കൂടി കണ്ട ഒരാളാണ്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴും ഞാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കണമെന്ന് അച്ഛന് വ്യക്തമായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം സ്കൂളിൽ പാരൻസ് മീറ്റിനൊക്കെ വരുമ്പം അവൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് സ്കൂളിൽ നിന്ന് ചോദിക്കുന്ന ഒരവസ്ഥ അത്ര ശ്രദ്ധയില്ലായിരുന്നു പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ. പക്ഷേ സാധനൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ നാമം ജപിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റായിരുന്നു. അച്ഛൻ 4 മണിക്ക് എണീക്കുമ്പം നമ്മൾ എഴുന്നേൽക്കണം. 4 മണി 4:30 5 മണിയാകുമ്പോഴേക്കും നമ്മൾ കുളിച്ച് റെഡിയായി കുറേ മന്ത്രങ്ങൾ ചൊല്ലിത്തരും. കുറേ മന്ത്രങ്ങൾ ചൊല്ലും. ഞാൻ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും മന്ത്രമല്ല, മനപ്പാടത്തിലെ സാധനങ്ങളാണ്. 16 വരെയുള്ള ഗുണഘോഷ്ടം, ഇങ്ങനെ നാളുകൾ 27, ഇങ്ങനെ മാസങ്ങൾ 12 എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ജനറൽ നോളജൊക്കെ പാരൻസ് നാമജപത്തിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിരുന്നു. എല്ലാ നാളുകളും മലയാള മാസങ്ങളും മലയാള മാസങ്ങൾ, നാളുകൾ, നക്ഷത്രങ്ങൾ, അശ്വതിക്ക് അശ്വമാമൃഗം, ഭരണിക്ക് യമന്തത എന്നുള്ള ഓരോ നക്ഷത്രങ്ങളുടെ പിന്നെ ദേവതകൾ ഏതാണ്, അതുപോലെ ആദിത്യൻ 6, ശശി 10, കുജന്നർ 7, 18 രാഹു, 16 ബൃഹസ്പതിക്കും ഓരോ കാലഘട്ടം എത്രയാണ്, ഇതൊക്കെ നമ്മൾ പദ്യം ചെല്ലുന്നത് പോലെ ചൊല്ലി പഠിച്ചാണ്. അങ്ങനത്തെ ഒരു ബേസ് ഭാരതത്തിലെ അല്ലെങ്കിൽ സനാതന സംസ്കാരത്തിൻ്റെ ഒരു ബേസൊക്കെ നമുക്ക് പാരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ അക്കാഡമിക്കൽ എഡ്യൂക്കേഷണൽ പഠനത്തേക്കാൾ കൂടുതൽ അന്ന് അവർ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം ഇത്തരം ബേസ് കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് നിർബന്ധിച്ച് പഠിപ്പിക്കുന്നതല്ല ചെയ്തത്. അവർ ചൊല്ലും, നമ്മൾ കൂടെ കേൾക്കും, അറിയാതെ പഠിച്ചു ഏതാ. ഓരോ കുടുംബം ഒരു ഗുരുകുലമായിട്ട് മാറുകയല്ല ശരിക്കും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അങ്ങനെ ആവണം എന്നുള്ളതാണ്. കാരണം ഇന്ന് കുട്ടികൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് മേശപ്പുറത്തിരുന്നിട്ടോ അല്ലെങ്കിൽ മുമ്പിലിരുന്നിട്ടോ അല്ല. നമ്മളൊക്കെ അറിയാതെ കോപ്പി ചെയ്യുന്നത്. നമ്മളെല്ലാ സ്വഭാവങ്ങളും പ്രകൃതങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ കോപ്പി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ കുട്ടികൾ എന്താവണം എന്ന് നമുക്കൊരു സങ്കല്പമുണ്ടോ, ആദ്യം നമ്മൾ അതായിത്തീരുക എന്നുള്ളത് മാത്രമേ ഓപ്ഷനുള്ളൂ. അങ്ങനെയാണെങ്കിൽ അറിയാതെ അവർ കോപ്പി ചെയ്തോളൂ. അപ്പം ഇന്നത്തെ തലമുറ അവർ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുകയും എൻ്റെ മക്കൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. പലപ്പോഴും ഞായറാഴ്ച അച്ഛൻ മക്കളെ പഠിപ്പിക്കും. പാഠം 1 ഹരിശ്ചന്ദ്രൻ എന്ന് പറയുന്ന വലിയ മഹാത്മാവുണ്ടായിരുന്നു, സത്യം പറഞ്ഞ ആളാണെന്നൊക്കെ പറയും. അപ്പോൾ കോളിംഗ് ബെല്ലടിക്കും, ഡോർ തുറന്ന് നോക്കുമ്പം അല്ലെങ്കിൽ ഫോണ് ബെല്ലടിക്കും, അച്ഛൻ പറയും മോനെ അത് അമ്പല കമ്മിറ്റിക്കാരായിരിക്കും, പിരിവിനവനായിരിക്കും, അച്ഛൻ ഇവിടെ ഇല്ല എന്നങ്ങ് പറഞ്ഞു എന്നാണ്. ഇയാൾ വെർബലി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് സത്യം പറയണം എന്നുള്ളതാണെങ്കിൽ പോലും ഇയാൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ കുട്ടിയാകെ കൺഫ്യൂഷൻ ആവുകയാണ്. ഞാൻ ഈ കാണുന്നതാണോ വിശ്വസിക്കേണ്ടത് അല്ല ഞാൻ കേൾക്കുന്നതാണോ വിശ്വസിക്കേണ്ടത്? അവന് നിർബന്ധമായും കാണുന്നതിന് കോപ്പി ചെയ്യും. അപ്പം എൻ്റെ ഒരു ഭാഗ്യം അച്ഛനും അമ്മയൊക്കെ മാതൃകകളായിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പം വരുന്നൊരു തലമുറ വിവാഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. വരുന്നൊരു തലമുറ കല്യാണം കഴിക്കേണ്ട എന്ന് തീരുമാനിച്ചവരാണ് ഒരു 60-70% ആൾക്കാരും. അതിൻ്റെ ഒരു സൈക്കോളജി ലൈഫ് എന്ന് എനിക്ക് മനസ്സിലായൊരു കേസാണ്. അപ്പോൾ കാരണം ഏറ്റവും കൂടുതൽ പാരൻസ് കുട്ടികളെ കൊണ്ടുവരുന്നത് ഇവരെങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിപ്പിക്കണം എന്ന് പറയാനാണ്. ഞാൻ അവരോടൊക്കെ നിങ്ങളെന്താണ് കല്യാണം കഴിക്കാത്തത്? അപ്പോൾ അവർ ചോദിക്കുന്നത് എൻ്റെ വീട്ടിൽ കല്യാണം കഴിച്ച 2 ആൾക്കാരുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഇന്ന് വരെ സമാധാനത്തിൽ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല,
പിന്നെ ഞാൻ എന്തിനാണ് ഞാൻ എൻ്റെ ജീവിതത്തോട് ഇങ്ങനെ കൊണ്ടുപോയി നശിപ്പിക്കുന്നത്? നിങ്ങളൊരു മാതൃക കാണിച്ചു തരൂ. കല്യാണം കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു 4 പേരെ കാണിച്ചു തരൂ, ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ്. അപ്പം മാതൃകകളില്ല എന്നുള്ളത് ഇന്നത്തെ സമാജത്തിൻ്റെ വലിയൊരു മൂല്യച്യുതിയാണ്. അപ്പം നമ്മളൊക്കെ ഒരു ഭാഗ്യം, നമ്മളൊക്കെ കാലഘട്ടത്തിൽ നമ്മളെ അച്ഛനും അമ്മയൊക്കെ മാതൃകകളായിരുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. ഇന്ന് അങ്ങനെയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയും. അപ്പം ആ കാലഘട്ടത്തിൽ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ആ ഒരു ബേസ് നമുക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പഠനത്തേക്കാൾ കൂടുതൽ A+ വാങ്ങണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല. നീ പഠിച്ച എഞ്ചിനീയർ ആവണമെന്നോ ഡോക്ടർ ആവണമെന്നോ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് നല്ലൊരു മനുഷ്യനാവണം. ഈ ഭാരതത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇവിടുത്തെ ശാസ്ത്രങ്ങളൊക്കെ സാമാന്യം പഠിക്കണം എന്നൊരു ആശയം വളരെ കുഞ്ഞായിരിക്കുമ്പം തന്നെ അച്ഛനും വല്യച്ഛനും ഒക്കെ ചുറ്റിൽ നിന്ന് കിട്ടിയ കുറേ. എൻ്റെ അച്ഛനും വല്യച്ഛനും മുത്തച്ഛനും ഒക്കെ ജ്യോതിഷവും വൈദ്യവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ കാണുന്നതും വർത്തമാനം പറയുന്നതൊക്കെ അവരോടാണ്. അപ്പോൾ അവർ പറയുന്ന കഥകളൊക്കെ കേട്ടിരിക്കുക, അതിനോടൊക്കെ അങ്ങനെ ഒരു താല്പര്യം കേട്ട് ചെറുപ്പത്തിലേ വന്നിട്ടുണ്ട്. അതാണ് അങ്ങയുടെ സംസാരത്തിൽ തന്നെ ഒരു സ്റ്റോറി ടെല്ലറാണ്. നമ്മൾ ഏറ്റവും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആ സ്റ്റോറി ടെല്ലിംഗ് ആണ്. അത് ചിലപ്പം അത് അന്ന് ഇംപ്ലാന്റ് ചെയ്ത അല്ലെങ്കിൽ അന്ന് ഇൻസ്റ്റാൾ ചെയ്ത ചില കഥകളാണല്ലോ. അപ്പം ഭാര്യം അങ്ങനെ എന്താ പറയുക, ആ കഥകളും അതേപോലെ ഇങ്ങനെ ഒരുപാട് നാമങ്ങളൊക്കെ ചൊല്ലി തരുന്നു. അത് കഴിഞ്ഞ് പഠനകാലങ്ങളിലേക്കൊക്കെ എങ്ങനെയാണ്? പഠനകാലം ഞാൻ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രിയാണ്. ഞാനാണ് അവസാനത്തെ പ്രീ ഡിഗ്രി. ഞാൻ പഠിക്കുന്ന സമയത്ത് വലിയ ബ്രൈറ്റൊന്നുമല്ല. ഞാൻ ഏതാണ്ട് ഒക്കെ പാസ് മാർക്കിലൊക്കെ പാസ്സായ ഒരു മനുഷ്യനാണ്. കാരണം ഒന്ന് ഈ പറഞ്ഞോണം നല്ല ദാരിദ്ര്യമുള്ള കാലം, വളരെ വലിയ ദാരിദ്ര്യത്തിലാണ് കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. കാരണം എൻ്റെ ഞാനൊരു അറിയാനാകുമ്പോഴേക്കും അച്ഛൻ്റെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പിന്നെ അമ്പലങ്ങളിൽ ഓരോ പരികർമ്മത്തിൽ പോയിട്ടും പൂജയ്ക്ക് പോയിട്ടും. അന്നത്തെ കാലത്ത് കുറച്ച് ഭയങ്കര വളരെ സ്കേഴ്സിറ്റി ഉള്ളതാണ് ഈ പൂജാരികളുടെയൊക്കെ സമയത്ത്. പൂജയ്ക്കൊക്കെ അന്നൊക്കെ പൂജയ്ക്ക് പോയാൽ നമുക്ക് ഒരു ഗണപതി മന്ദിരമൊക്കെ പരികർമ്മത്തിനാണ് പോവുക. അന്ന് പോയാൽ നമുക്ക് 5 രൂപയൊക്കെ കിട്ടുക, 5 രൂപ 10 രൂപയൊക്കെ കിട്ടുക. പക്ഷെ അന്ന് 10 രൂപയുടെ കാര്യങ്ങൾ നടക്കും. അന്ന് ഏതാണ്ട് 3000 രൂപയ്ക്ക് ഒരു പവൻ സ്വർണം കിട്ടുന്ന കാലം. ഇപ്പോഴത്തെ ആൾക്കാരെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കാര്യങ്ങൾ നടക്കും. അങ്ങനെ എൻ്റെ പഠിക്കാനുള്ള കാശും ഞാനൊരു 10ാം ക്ലാസ് 8ാം ക്ലാസ് മുതൽ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും എൻ്റെ പഠന ചെലവുകളും ചേച്ചീൻ്റെ പഠന ചെലവുകളൊക്കെ ഞാൻ തന്നെ വഹിക്കേണ്ട ഒരു സമയം. കാരണം അച്ഛന് കാഴ്ചയില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അന്ന് വീടില്ല, തറവാട്ടിലെ താമസം. അപ്പം അങ്ങനെ കുട്ടിക്കാലം മുതൽക്ക് അതൊരു ഉത്തരവാദിത്തമായിട്ടല്ല നമുക്ക് തോന്നിയത്, ഒരു ഭാഗ്യമായിട്ടാണ് തോന്നിയത്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത് എനിക്ക്. അങ്ങനെ അമ്പലങ്ങളിലൊക്കെ നിന്നിട്ടാണ് ഞാൻ സ്കൂൾ കംപ്ലീറ്റ് ചെയ്തത്. 10ാം ക്ലാസ് വരെയൊക്കെ കഴിഞ്ഞത്. പിന്നെ പ്രീ ഡിഗ്രി ആയി. കാരണം അന്ന് 10ാം ക്ലാസ് പാസ്സായപ്പോൾ കോളേജിൽ അഡ്മിഷനൊക്കെ എടുക്കും. പക്ഷേ കോഴിക്കോട് വരെ പോയി വരാനുള്ള സമയവും അപ്പം അമ്പലത്തിൽ പോകാൻ പറ്റില്ല. ഈ ബസ്സിൽ കയറി നേരത്തെ പോകണം. തൊട്ടടുത്ത കേരള കോളേജിലാകുമ്പം നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താമല്ലോ. അപ്പം അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ ചോദിച്ചു, എന്താണ് നിൻ്റെ ഭാവി പരിപാടി? അപ്പോൾ ഞാൻ പറഞ്ഞു ഡിഗ്രിക്ക് പോകണം. അന്ന് അച്ഛനാണ് പറഞ്ഞത്, ഡിഗ്രിക്ക് പോകുന്നതിന് മുമ്പ് ഒരു 1-2 കൊല്ലം ഒരു ബ്രേക്ക് എടുത്ത് യാത്ര ചെയ്യാൻ പറഞ്ഞത്. അച്ഛൻ വന്ന് പറഞ്ഞു? അതെ. അതൊരു വലിയ ചിന്തയാണ്. അപ്പം അന്ന് അച്ഛനത് എന്നോട് പറയുമ്പോൾ അമ്മ അത് കേൾക്കുന്നുണ്ട്. പക്ഷെ അമ്മ എൻ്റെ ഓർമ്മയിൽ അച്ഛനും അമ്മയും കൂടി ഒരു തല്ല് കൂടുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം അവർക്കൊരു പോളിസി ഉണ്ടായിരുന്നു, മക്കളെ മുമ്പൊന്നും തല്ല് കൂടില്ലെന്ന്. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളൊക്കെ ഉറങ്ങിയതിന് ശേഷം ആണ് അവർ സംസാരിക്കുക. അങ്ങനെ അച്ഛനോട് യാത്ര ചെയ്യണം എന്ന് പറഞ്ഞപ്പം ഞാൻ ഈ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഓഷോൻ്റെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുന്നത്. ഓഷോ ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഓഷോ തന്നൊരു സ്വാതന്ത്ര്യം വളരെ വലുതാണ്. അന്ന് ഓഷോൻ്റെ പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് വെച്ച് പുസ്തകം വായിക്കേണ്ട കാലഘട്ടമാണ്. കാരണം അന്ന് ഓഷോനൊരു സെക്സ് ഗുരു എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഓഷോൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഈ പയ്യൻ ഇത്ര ചെറുപ്പത്തിലെ ഈ പുസ്തകമൊക്കെയാണോ വായിക്കുന്നത് എന്ന് അച്ഛൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചൊക്കെ ഓഷോൻ്റെ പുസ്തകം വായിക്കണം. കാരണം ഓഷോനെ ആർക്കും പരിചയമില്ല. അങ്ങനെ അതിൽ ഇന്ത്യ ആൻഡ് പ്രിയങ്കരി എന്ന് പറയുന്നൊരു പുസ്തകം ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ വായിച്ചത് എനിക്ക് വലിയ തിരിച്ചറിവാണ്. കാരണം ഭാരതം എത്ര സമ്പന്നമാണ്, അഭിമാനമൊക്കെ തോന്നി. ഭാരതത്തിൽ യാത്ര ചെയ്യണം എന്നൊക്കെ ഒരു വലിയ സ്വപ്നമായിരിക്കുക. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഒരു 1-2 കൊല്ലം യാത്രയൊക്കെ ചെയ്യാം. 2 കൊല്ലം? ഒരു 1-2 കൊല്ലം ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ. ഓക്കെ. അപ്പോൾ അന്ന് എനിക്കാണെങ്കിൽ ലോട്ടറി അടിച്ച പ്രതീതിയാണ്. കാരണം എനിക്കിങ്ങനെ പുസ്തകം വായിച്ച് ഭ്രാന്തായി നിൽക്കാണ്ടോ. അപ്പോൾ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയെന്ന് കരുതി അമ്മ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഇവൻ പയ്യനാണ്,
കുട്ടികളെ പിടിമായിട്ടുള്ള കാലമാണ്. കുട്ടികളൊക്കെ പിടിച്ചുകൊണ്ട് പോയി കണ്ണൊക്കെ പൊട്ടിച്ചിട്ട് ഏതെങ്കിലും ഇരുത്തി യാചിപ്പിക്കുന്നൊക്കെ ചിന്തിക്കുന്നൊരു കാലഘട്ടം അത്. അതുപോലെ വഴി തെറ്റിപ്പോയാലോ, ഈ വഴി തെറ്റാണല്ലോ അതെ പറയാം. അതെ അതെ. അപ്പോൾ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? നമുക്കാകെ ഒരു മോനല്ലല്ലോ, എന്ത് ധൈര്യത്തിലാണ് അവനെ വിടുന്നത്? അന്ന് അച്ഛൻ പറഞ്ഞത്, ആ വഴി തെറ്റാൻ സാധ്യത ഉണ്ടെങ്കിൽ അവൻ യാത്രയൊന്നും പോകണ്ട, ഇവിടെ നിന്ന് വഴി തെറ്റും. കാരണം വഴി തെറ്റാനുള്ളൊരു സാധനം ഉള്ളിലുണ്ടെങ്കിൽ എവിടെ നിന്നാണെങ്കിലും തെറ്റാം എന്നുള്ളതാണ്. അവിടെ അച്ഛൻ കൊടുത്തൊരു കോൺഫിഡൻസ്. അയാൾ യാത്രയ്ക്ക്, നമ്മൾ ഈ ജീവിതത്തെ പഠിച്ചത് സ്കൂളിൽ നിന്നല്ലല്ലോ, സിലബസ് നല്ലല്ലോ, നമ്മൾ യാത്രകളിൽ നിന്നും ആൾക്കാരായിട്ടുള്ള അനുഭവത്തിൽ നിന്നൊക്കെയല്ലേ ജീവിതത്തെ പഠിച്ചത്. തീർച്ചയായിട്ടും. അതുപോലെ ജീവിതം ഈ കാലഘട്ടത്തിൽ പഠിക്കട്ടെ, നല്ലതും ചീത്തയും എന്താണെന്ന് തിരിച്ചറിയട്ടെ. ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളതൊക്കെ അത് ട്യൂഷൻ ക്ലാസ് പോയി പഠിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നാൽ അത് തലയിൽ നിൽക്കുകയുള്ളൂ. പ്രശ്നം വരുമ്പോൾ നമ്മൾ പകച്ചു പോകും. പ്രശ്നത്തെ അതിജീവിക്കാൻ പഠിക്കാൻ പ്രശ്നങ്ങൾ തന്നെ വേണം. അതിന് നമ്മൾ സമാജത്തിലേക്ക് ഇറങ്ങണം. ഇന്ന് കുട്ടികളെ ഞാൻ പറഞ്ഞല്ലോ, ഓവർ പാരൻറ്റിങ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഇന്നിപ്പോൾ 25 വയസ്സുള്ള കുട്ടീൻ്റെയും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന അച്ഛനും അമ്മയാണ്. അവൻ നാളെ പഠനത്തിന് വേണ്ടി പുതിയൊരു കോളേജിലേക്ക് പോണ സമയത്ത് പ്രശ്നങ്ങൾ താങ്ങാൻ പറ്റാതെ ഡിപ്രഷനാവുകയോ ആത്മഹത്യയൊക്കെ ചെയ്യുന്നു. അത് അതിനെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഓവർ പാരൻറ്റിങ് ഇല്ലാത്തതുകൊണ്ട് ചെറുപ്പത്തിലെ ധാരാളം പ്രശ്നങ്ങളിൽ കൂടി കടന്നു വന്നുകൊണ്ട് പ്രശ്നങ്ങൾ നമുക്കൊരു വിഷയമല്ലാണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു 17 വയസ്സിലാണ് യാത്രയൊക്കെ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ അന്ന് യാത്ര ചെയ്യുന്നത് ഹരിദ്വാർ കുംഭമേളയ്ക്കാണ്. അന്ന് എനിക്കറിയാം, എനിക്ക് ഇന്ത്യേൻ്റെ വലിപ്പമൊന്നും പരിചയമില്ല. അപ്പോൾ വ്യാഴാഴ്ച ഒരു ട്രെയിനുണ്ട്. അപ്പോൾ അച്ഛനോട് പൈസ ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞ പൈസ ഒക്കെ അവനവനുണ്ടായിക്കൊള്ളാം എന്നാണ്. കാരണം പൈസ ഇല്ല. അങ്ങനെ അന്ന് നമ്മൾ ഈ പത്രം ഇടാൻ പോവുക, അതുപോലെ ഈ പൂജയ്ക്കൊക്കെ പോവുക, അങ്ങനെയൊക്കെ ഒരു 500 റുപ്യ കിട്ടിയാൽ യാത്ര ചെയ്യും. നമുക്ക് പൈസ എത്ര വേണമെന്ന് അറിയില്ല. കാൽക്കുലേഷൻ അറിയില്ല. എവിടേക്ക് പോകണം, എവിടെ പോകണം എന്നുള്ളത്. അങ്ങനെ ട്രെയിനിൽ കയറിയപ്പം 250 റുപ്യ മറ്റോ ടിക്കറ്റായി, ബാക്കി 250 റുപ്യ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് A4 ഇന്ത്യേൻ്റെ മാപ്പ് കണ്ട പരിചയമുള്ളൂ. ഇന്ത്യക്ക് ഇത്ര വലിപ്പമുള്ള നമുക്കറിയില്ല. A4 കൊള്ളുന്ന സാധനമാണല്ലോ. ട്രെയിനാണെങ്കിൽ അതിനേക്കാൾ വലിപ്പമുണ്ട്. അങ്ങനെ ട്രെയിനിൽ കയറി നമ്മൾ വിചാരിക്കുന്നത് തലശ്ശേരിയും കണ്ണൂരും കഴിഞ്ഞാൽ ഹരിദ്വാർ എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ ട്രെയിൻ എത്തണ്ടേ? ഇത് 3-ാം ദിവസമാണല്ലോ ഹരിദ്വാറിലെത്തണ്ടേ. 2 ദിവസം കൊണ്ട് പൈസ മുഴുവൻ തീർന്നു. 3-ാമത്തെ ദിവസം ശരിക്കും 2 ദിവസം കൊണ്ട് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ പൈസ ഇല്ല. അവസാനം ഹരിദ്വാറിൽ ഇറങ്ങുന്ന സമയത്ത് കയ്യിൽ 5 പൈസ ഇല്ല. അങ്ങനെ ആകുമ്പോൾ ഒരു ബോധമില്ലാതെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, എന്നോട് ചോദിച്ചു, പിന്നെ മദ്രാസിയാണോന്ന്. കാരണം നമ്മളെയൊക്കെ ഇവർ മദ്രാസി എന്നാണ് വിളിക്കുക. അന്ന് നമുക്ക് അറിയില്ല, മദ്രാസി എന്നാണ് ഈ സൗത്ത് ഇന്ത്യൻസിനൊക്കെ വിളിക്കുക. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, സുഹൃത്തെ, നമുക്കിപ്പോൾ സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് കളിക്കാനുള്ള സമയമല്ല, ഞാൻ വിശന്ന് മരിച്ചു, എനിക്ക് ഫുഡ് വേണം എന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ ഒരു ആശ്രമമുണ്ട്, മലയാളി ആശ്രമമാണ്, അവിടെ പോയാൽ ഫുഡ് കിട്ടും എന്നുള്ളതാണ്. അവിടുന്ന് അവിടെ ആശ്രമങ്ങളിൽ പോയി അവിടുന്ന് സന്യാസിമാരൊക്കെ പരിചയപ്പെട്ടു, അവിടുന്ന് ഫുഡ് കിട്ടി. പിന്നെ ഏതാണ്ട് ഒരു 2 ആഴ്ച കാലം ആ കുംഭമേളേൻ്റെ ഒരു ഓളത്തിലാണ് അവിടെ ഹരിദ്വാറിൽ. പിന്നെ അവിടുന്ന് തിരിച്ചു വരാനൊക്കെ ഓരോ ആൾക്കാർ പൈസ തരും. അന്ന് മനസ്സിലായി, ഭാരതത്തിൽ യാത്ര ചെയ്യാൻ പൈസയ്ക്കൊന്നും ആവശ്യമില്ല. കാരണം എവിടുന്ന് പൈസ കിട്ടും. നമുക്ക് മിനിമം ഡ്രസ്സ് കിട്ടിയാൽ ഭക്ഷണത്തിനൊരു പ്രയാസമില്ല. തിരിച്ചു വന്നു. അപ്പോൾ യാത്ര ഒരു വലിയ ഒരു ഇഷ്ടമായി. അത് കഴിഞ്ഞ് പിന്നെ കുംഭമേള അതോടുകൂടിയാണ് തലയിൽ കയറിയ സാധനം. അങ്ങനെയാണ് പിന്നെ കുംഭമേളയ്ക്കും പോവുക എന്നുള്ളൊരു ചിന്ത വന്നത്. പിന്നീട് ഓരോരോ സ്ഥലങ്ങളിൽ വരും, ഇതുപോലെ ഓരോ കാര്യങ്ങൾക്ക് പോവും, പൈസ കിട്ടുമ്പോൾ വീണ്ടും യാത്ര ചെയ്യും. അങ്ങനെ 2 കൊല്ലം കൊണ്ട് ഞാൻ ഏതാണ്ട് നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയൊക്കെ ധാരാളം യാത്ര ചെയ്തു. ഈ യാത്രയാണ് ജീവിതത്തിലുള്ള കാഴ്ചപ്പാട് മാറ്റിയത്, ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി മാറ്റിയത്, മുഴുവൻ മാറ്റിയത്. അതായത് ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു യാത്ര നമുക്ക് തരും. അതൊരു സോളോ ട്രിപ്പാണെങ്കിലാണ് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുക. മറ്റ് നമ്മൾ വീട്ടിലിരുന്ന് എല്ലാവരോടും അടിച്ചു പൊളിക്കുന്നത് പോലെ തന്നെ വേറൊരു സ്ഥലത്ത് പോയിട്ട് എല്ലാവരും കൂടി സംസാരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സോളോ ട്രിപ്പിൽ നമ്മൾ മാത്രമേ നമ്മൾ കൂടെ ഉണ്ടാവും, വേറൊരാളുണ്ടാവില്ല. ശരിക്കും നിങ്ങൾ സോളോ ട്രിപ്പിലാണ് ഒരു മനുഷ്യൻ ഗ്രാജുവേറ്റഡ് ആവുന്നത്. സോളോ ട്രിപ്പ് ഞാൻ എല്ലാവരോടും പറയും, ഞാൻ കാണുന്ന എല്ലാവരോടും, പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഒക്കെ പറയുന്നത്, നിങ്ങൾ സോളോ ട്രിപ്പ് പോകണം. ഒരു 17 വയസ്സ് മുതൽ ഒരു 2 കൊല്ലെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം. ആ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ പഠിക്കണം. ആ ഒരു ധൈര്യം, എൻ്റെ അച്ഛൻ ആ ധൈര്യം ഉണ്ടായിരുന്നു, അയാൾ തിരിച്ചു വരും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ആ ഒരു ഉറപ്പ് ഇന്ന് എത്ര രക്ഷിതാക്കൾക്ക് ഉണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. തൊട്ടടുത്ത് കടയിലേക്ക് പോലും പറഞ്ഞേക്കില്ല നമ്മൾ. അപ്പോൾ ആ ഒരു വിശ്വാസം കുട്ടികളുണ്ടെങ്കിൽ അവരെവിടെ വേണേൽ വിടാൻ പറ്റും നമുക്ക്. അതൊക്കെയാണ് ജീവിതത്തിൽ, ആ യാത്രകളാണ് ശരിക്ക് ഒരുപാട് മഹാത്മാക്കളെ കാണുക, അവരായിട്ട് സംസാരിക്കുക, അവരുടെ ആശയങ്ങൾ കേൾക്കുക. അവിടെയാണ് ഭാരതം എത്ര, അല്ലെങ്കിൽ ഭാരതത്തിലെ സംസ്കാരം, ദർശനങ്ങളൊക്കെ
എത്ര മഹത്വമുള്ളതാണ്, എത്ര വൈവിധ്യങ്ങളാണ് ഇവിടെ ഉള്ളത്, അതൊക്കെ പഠിക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാവുകയും പിന്നെ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഒക്കെ വാങ്ങുകയും വായിക്കുകയൊക്കെ ചെയ്തു. സാധന ചെയ്യണം എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഒരു 17-18 വയസ്സിലാണ് ഞാൻ ഗുരുനാഥൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത്. അഴകത്ത് ശാസ്ത്രശ്രമൺ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത്. ഞാനൊരു പൂജ ഒക്കെ പഠിക്കുമ്പം ഈ പൂജ കുറച്ചുകൂടി എല്ലാവരും പൂജ ചെയ്യുന്നത് ഒരു നാടകമൊക്കെ നമ്മൾ പഠിച്ച് ചെയ്യുന്നത് പോലെ ഒരു ആക്ഷൻ കോപ്പി ചെയ്യുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ആ ഒരു ഫിലോസഫിക്കലി പഠിക്കണം ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു. അങ്ങനെ ഞാൻ കോഴിക്കോട് അങ്ങനെ ഫിലോസഫി ബേസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരാളുണ്ട് എന്ന് പറയുന്ന ഒരു വിശ്വേട്ടൻ എന്ന് പറയുന്ന ഒരാൾ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം അവിടെ ഉണ്ടായി. അവിടുന്ന് പഠിച്ചു. അവിടെ പിന്നീട് പഠിപ്പിക്കാൻ തുടങ്ങിയ ആൾക്കാരെ. അങ്ങനെയാണ് ഞാൻ ഗുരുനാഥൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത്. ഗുരുനാഥൻ്റെ അടുത്ത് എത്തിപ്പെട്ടതോടുകൂടി വലിയ ട്രാൻസ്ഫർമേഷനാണ്. ശ്രീവിദ്യാ സമ്പ്രദായത്തിലേക്കുള്ള തുടക്കം എന്നുള്ള നിലയ്ക്ക് ദീക്ഷ തന്നു. ആ ഉപാസനാ ക്രമങ്ങൾ, ആ ഉപാസനയിൽ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടി ടെക്സ്റ്റുകൾ റെഫർ ചെയ്യുകയും പഠിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോഴും കൃത്യമായി ഉപാസനയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അതൊക്കെ ജീവിതത്തിൽ വലിയ എന്താ പറയുക, വലിയ കാഴ്ചപ്പാടും വലിയ ചിന്തകളൊക്കെ. ഇപ്പോഴും ഭാരത സംസ്കാരം അല്ലെങ്കിൽ ഫിലോസഫി ആൾക്കാർക്ക് അറിയില്ല. ആൾക്കാരിപ്പോഴും ഈ ക്രിയകളിലും ചടങ്ങുകളിലും ഒക്കെ കുടുങ്ങി കിടക്കുകയാണ്. പുരാണങ്ങളിൽ ഒരുപാട് കഥകൾ കേട്ടാൽ നമുക്ക് ഭയങ്കര വിഡ്ഢിത്താൻ തോന്നും. പക്ഷേ അതിനൊക്കെ ഡീകോഡ് ചെയ്യാൻ പഠിച്ചാൽ മഹാസത്യങ്ങൾ, അതായത് ഇന്ന് മോസ്റ്റ് മോഡേൺ ഞാനൊരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്കും, കാരണം എനിക്കിതിൻ്റെ രണ്ടിനെയും കൂടി ഒരേപോലെ കാണാനറിയാം. അങ്ങനെ നോക്കുമ്പോൾ മോഡേൺ സൈക്കോളജി ഇപ്പോഴും അതിൻ്റെ ബാല്യദശയിലാണ്. എന്നാൽ ഭാരതത്തിലെ ഋഷിമാർ എത്ര ആഴത്തിലാണ് മനസ്സിനെ പഠിച്ചത്, അവരെന്ത് രസമായിട്ടാണ് പ്രസൻറ്റ് ചെയ്തത് എന്നൊക്കെ മനസ്സിലാവും. കാരണം പുരാണ കഥാപാത്രങ്ങളൊക്കെ മനസ്സിൻ്റെ ഓരോ തലങ്ങളാണ്. സൈക്കോളജിയിൽ നമ്മൾ പറയുന്ന ഒരു ടേമുണ്ട്, അൺഫുൾഫിൽഡ് ബിസിനസ് നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന. അതാണ് നമ്മൾക്ക് മാനസിക പ്രശ്നം ഉണ്ടാക്കുന്നത്. അനാദികാലം മുന്നേ നമ്മളെ ട്രൈബ്സ് ഇവിടെ ഉണ്ടായിരുന്ന സാധാരണ നമ്മൾ വിളിക്കുന്ന ആൾക്കാർ, അവർ കെന്ത്രോൻ പാട്ട് എന്ന് പറയുന്നൊരു പാട്ടിൽ, കെന്ത്രോൻ പാട്ട് ഗന്ധർവൻ എന്താണെന്ന് പറയുന്ന അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അൺഫുൾഫിൽഡ് ബിസിനസ്സാണ് ഗന്ധർവൻ. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവുന്ന ഒരു ഗെയിം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഗന്ധർവനായിട്ട് ആണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിന് പല പേരുള്ള അന്തുകാമൻ, ദന്തുകാമൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതായിട്ടാണ് പറയുന്നത്. അത് ഡിസയറാണ്, അല്ലെ ആഗ്രഹങ്ങളാണ് എന്ന് കെന്ത്രോൻ പാട്ട് എന്ന് പറയുന്ന വളരെ നാടൻ പാട്ടുകളിൽ പോലും അതുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പം ഇവിടുത്തെ പഴയ പറയുന്ന മന്ത്രവാദവും ഈ സ്പിരിച്വാലിറ്റിയും പ്രേതം ബാധ കൊഴുപ്പിക്കൽ ഇതൊക്കെ ഒരു പക്ഷേ 10 കൊല്ലം കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ തെറാപ്പി ആയിട്ട് ലോകം അംഗീകരിക്കുന്ന സാധനങ്ങളായിരിക്കും. കാരണം അതൊക്കെ ഓരോ തെറാപ്പികളാണ്. ഇത് പറഞ്ഞത് ഭാരതത്തിൽ ഋഷിയാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾക്ക് അതിനോട് ഒരു വിയോജിപ്പുള്ളത്. ഇനി അബ്ദുൽ കലാം പറഞ്ഞോണം, അത്യാധുനിക ശാസ്ത്രവും പൗരാണിക വിജ്ഞാനവും കൂടി ഒരുമിക്കുന്നൊരു കാലം വരും ലോകത്ത്. അത് ലോകത്തിൻ്റെ ഏറ്റവും മഹത്തരമായ കാലമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നപ്പോൾ കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഗുരുകുല വിദ്യാഭ്യാസം അച്ഛൻ വീട്ടിൽ തന്നെ തരുകയും അവിടുന്ന് യാത്ര, ഈ രണ്ട് ഗുരുനാഥൻ യാത്ര, ഈ യാത്ര കഴിഞ്ഞ് നമ്മൾ പല ഗുരുക്കന്മാരെ കണ്ടതിന് ശേഷമാണ് ഗുരുനാഥനെ അങ്ങ് കാണുന്നത്. പക്ഷേ വളരെ യാഥാസ്ഥിതികമായി ഒരു പൂജ ഒക്കെ ചെയ്യുന്നൊരു ഫാമിലി എന്നുള്ള അങ്ങ് ആ ചെയ്യുന്നതെല്ലാം ഒരു നാടകീയമാണ് എന്ന് മനസ്സിലാക്കി അതിൽ യഥാർത്ഥ തത്വങ്ങൾ അറിയാനാണ് ഗുരുനാഥനെ കണ്ടെത്തുന്നത്. ആ ഗുരുനാഥനെ കണ്ടെത്തിയതിന് ശേഷമാണ് ഇപ്പം അങ്ങ് പറഞ്ഞ ഈ സൈക്കോളജി, അപ്പോൾ ഈ ഗുരുനാഥനെ കണ്ടെത്തിയ ശേഷമാണ് ഈ സൈക്കോളജി യാത്ര വരുന്നത്. സൈക്കോളജി എപ്പോഴാണ് എൻ്റെ തലയിൽ കയറിയെന്ന് എനിക്കറിയില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇതുപോലെ ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോഴേ ആൾക്കാരൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയുക, ഞാൻ വെറുതെ കേൾക്കുക, അപ്പോൾ കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ടെന്ന് പറയുക എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ അതൊരു സൈക്കോളജിയാണ് എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വഴിതെറ്റി പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ചരിത്രം ഡിഗ്രിക്ക് പഠിച്ച ഒരാളാണ്. ഹിസ്റ്ററി പഠിച്ചാണ്. ഞാൻ എന്തിനാണ് ഹിസ്റ്ററി പഠിച്ചതെന്ന് എനിക്ക് ഇന്നും മനസ്സിലായില്ല. ഞാൻ എന്തിനാണ് ഈ ഹിസ്റ്ററി പഠിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ വിഷയമല്ല അത്. അപ്പോഴൊക്കെ എനിക്ക് ഉള്ളിൽ ഈ മനഃശാസ്ത്രം അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി താല്പര്യം ഇതിനോടാണ്. സൈക്കോളജി, മനസ്സിനെ കുറിച്ച് പഠിക്കണം, മനസ്സിൻ്റെ ഗെയിമുകളെ കുറിച്ച് പഠിക്കണം. അങ്ങനെയാണ് ഞാൻ പിന്നെ എൻ്റെ വഴി ഈ ചരിത്രമൊന്നുമല്ല, സൈക്കോളജി ഞാൻ തിരിച്ചറിയുന്നതും പിന്നെ ഞാൻ BSc സൈക്കോളജിയും MSc സൈക്കോളജിയൊക്കെ പഠിക്കുന്നതും
അതൊക്കെ സാധനേൻ്റെ ഉപാസനാകാലിൻ്റെ കൂടെ എനിക്കത് പഠിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഞാൻ സൈക്കോളജിസ്റ്റ് ആവുന്നതിന് മുമ്പേ ഞാൻ കൗൺസിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആൾക്കാരോട് വർത്തമാനം പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ചുകൂടി ഒരു ഓതൻറ്റിസിറ്റി വേണം, നമുക്കൊരു സർട്ടിഫൈഡ് ആവണം എന്നുള്ളതുകൊണ്ട് പിന്നെ കോഴ്സുകൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ആധികാരികമായിട്ടൊരു സൈക്കോളജിസ്റ്റ് എന്ന് പറയാൻ പറ്റും ഇപ്പം. പക്ഷെ അതിന് മുമ്പേ നമ്മൾ സൈക്കോളജി എന്നുള്ളൊരു ടൂള് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഏത് ക്ലാസ് എടുത്താലും ആ ക്ലാസ് അവസാനം ചെന്നെത്തുന്നത് ഭാരതീയമായ സൈക്കോളജിയിലാണ്. ഭാരതത്തിന് ശക്തമായ മനഃശാസ്ത്ര പാരമ്പര്യമുണ്ട്. ശ്രീകൃഷ്ണ നമ്പൂരിൻ്റെ മനോവിജ്ഞാനീയം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൊക്കെ ഉണ്ട്. മനസ്സിനെ എത്ര വിശദമായിട്ടാണ് അതിൽ ചർച്ച ചെയ്യുന്നതെന്നറിയോ? എല്ലാ ഋഷിമാരും മനസ്സിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ അത് രണ്ടിനെയും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു സന്തോഷം. അപ്പോൾ ഒരു ഹൈബ്രിഡ് മനസ്സിൽ എപ്പോഴും ഈ സ്പിരിച്വൽ കാര്യങ്ങൾ പറയുമ്പോഴും സംസാരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴൊക്കെ തന്നെ അങ്ങ് പല ക്ലാസ്സിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു റീസെൻ്റായിട്ട് അങ്ങൊരു എക്സാമ്പിൾ പറയുണ്ടായി. ഈ നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടാൻ പാടില്ലാത്ത 9 പേർ, അത് 7 പേര്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിയിൽ ആലോചിക്കുമ്പോൾ ഒന്ന് പറയാൻ. രാമായണത്തിൽ സീതാന്വേഷണത്തിന് വേണ്ടി പോകുന്ന സമയത്ത് 7 തരം ആൾക്കാരെ ഒരു കാര്യം ഏൽപ്പിക്കരുത് എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് വളരെ കൃത്യമായൊരു സാധനമാണത്. അതിൽ പ്രശ്നവാദി, ഗുരുർ മൗനി, കിമേഘ സ്തംഭമൂലകോ, പ്രേക്ഷകോ ബാണ, സപ്തൈതേ സജീവാധമ. ഈ 7 ആൾക്കാർ അധമന്മാരാണ്, ഇവരൊരു പണി ഏൽപ്പിച്ചാൽ നടക്കില്ല എന്നാണ്. എത്ര കൃത്യമായിട്ടാണ് അന്നത്തെ കാലത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതിൽ പ്രശ്നവാദി, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, അപ്പോൾ പ്രേംജി പറയുകയാണ് നാളെ നമ്മൾക്കൊരു പോഡ്കാസ്റ്റ് എടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ പറയാം അത് പറ്റില്ല, നാളെ കറണ്ട് ഉണ്ടാവില്ല, അല്ല നാളെ യാത്ര ചെയ്യാം. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ 100 പ്രശ്നങ്ങൾ ഇങ്ങോട്ട് പറയും. ആദ്യം വരെ പറയാം ഇത് നടക്കാൻ സാധ്യതയില്ലെന്നാ. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഒരു 60% ആൾക്കാർ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും. രണ്ടാമത്തത് ഗുരുവാണ്. ഗുരു എന്ന് പറഞ്ഞാൽ പറയുകയാണ് ഒരു പോഡ്കാസ്റ്റ് എടുക്കണം എന്ന് പറയുമ്പോൾ പ്രേംജി നമ്മളെ കുറേ ഇങ്ങോട്ട് ഉപദേശിക്കും. അതായത് പ്രേംജി ഇപ്പോഴത്തെ കാലത്ത് പോഡ്കാസ്റ്റിനല്ല, ആൾക്കാർ കൂടുതൽ ഇൻസ്റ്റയാണ് കാണുന്നത്, ആൾക്കാർക്ക് അതിലാണ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്, നമ്മളങ്ങോട്ട് കുറേ ഉപദേശിക്കും. ഈ പണി ഒരിക്കലും നടക്കില്ല. അങ്ങനത്തെ ആൾക്കാരെ കണ്ടില്ലേ സമാജത്തിൽ? നമ്മളൊരു കാര്യം പറയുമ്പോൾ പ്രശ്നവാദി, ഗുരു മൗനി. ചില ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞാലും മിണ്ടായിരിക്കുന്ന ആൾക്കാർ. അത് ഓരെന്തൊക്കെയോ കുറേ തീരുമാനിച്ചിട്ടുണ്ട്, അത് മാത്രമേ അവർ ചെയ്യൂ. ഇതൊക്കെ വെറുതെ കേൾക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഗുരുർ മൗനി, കിമേകൻ, ഇതാണ് ഏറ്റവും രസമുള്ള ആൾക്കാർ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ, നിങ്ങളും കൂടി എൻ്റെ കൂടെ വരുമെന്നാ, എന്നാൽ പിന്നെ നമുക്ക് പോയി ചെയ്താൽ മതിയല്ലോ, നമ്മൾക്കൊരു പണി പറ്റാത്തതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഒരാൾ ഏൽപ്പിക്കുന്നത്, നിങ്ങളും കൂടി എൻ്റെ കൂടെ വന്നാൽ ചെയ്യാന്ന്. ഞാൻ ഒറ്റയ്ക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരെ ഒരു പണി ഏൽപ്പിക്കരുത്. കിമേകൻ. പിന്നെ സ്തംഭമൂലകൻ, വളരെ രസമായിട്ട് പറഞ്ഞ ആളാണ് സ്തംഭമൂലകൻ, തൂണും ചാരി ഇരിക്കുന്ന ആളെന്നാ. അതൊരു കാര്യം പറയുമ്പം അതിൻ്റെ വ്യാപ്തിയിൽ അതിനെ മനസ്സിലാക്കാതെ ഈ പറയുന്ന കാര്യം മാത്രം ചെയ്യുന്ന ആൾ. എക്സാമ്പിൾ, അതായത് പിന്നെ വേലായുധനോട് പറയുകയാണ്, വേലായുധ ഈ നെല്ല് ചിക്കിയുണ്ട്, അപ്പോൾ നെല്ല് ചിക്കിയപ്പോൾ വേലായുധനോട് പറയുകയാണ് നീ നെല്ലൊന്ന് നോക്കണേ എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പം നെല്ലിൽ ഫുള്ള് കാക്ക തിന്നാണ്. അപ്പോൾ വേലായുധ നിന്നോടല്ലേ, ഞാൻ നോക്കുന്നുണ്ട്, ഇതാ കാക്ക 7 കൊത്തുന്നുണ്ടല്ലോ, എന്നോട് നോക്കാനല്ലേ പറഞ്ഞു, ഞാൻ അത് നോക്കാതാ. എടാ നിന്നോട് നോക്കാൻ പറഞ്ഞാൽ ഈ കാക്ക അത് കൊത്തരുത് എന്നാണ് പറഞ്ഞത്. ആ ശരി, ഇനി അങ്ങനെ ചെയ്യാമേ എന്ന് പറഞ്ഞ് നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ കുറേ കോഴി കൊത്തുകയാണത്. ചിലടാ നിങ്ങൾ കാക്ക ഒത്തരുതെന്നല്ല പറഞ്ഞത്, പിന്നെ ഒരൊറ്റ കാക്കയിൽ കയറിയില്ല, കോഴീൻ്റെ കാര്യങ്ങളോട് പറഞ്ഞില്ല എന്നാ. അപ്പോൾ കാക്കയും കോഴിയും കൊത്തരുത് ആണ്. അങ്ങനെ നമ്മൾ അരമണിക്കൂർ ഞാൻ നോക്കുമ്പോൾ നല്ല മഴ ചെയ്യുന്നുണ്ട്, നല്ല മഴ ഉള്ളതാണ് നെല്ല്, നിങ്ങളെ കാക്കയും കോഴിയും കൊത്തരുതെന്നല്ല പറഞ്ഞാൽ മഴേൻ്റെ കാര്യങ്ങൾ. ഇങ്ങനെ നമ്മൾ എന്താണോ പറയുന്നതെന്ന് മനസ്സിലാക്കാതെ, വൈഡായിട്ട് അതിനെ മനസ്സിലാക്കാതെ ആ പറയുന്ന പ്രവൃത്തി മാത്രം ചെയ്ത ആൾക്കാർ, അവരൊരു കാര്യം ഏൽപ്പിക്കരുതാണ്. കിമേക സ്തംഭമൂലൻ, പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാരെ ഞാൻ പറയാം പ്രേംജി നാളെ ഒന്ന് പിന്നെ ഒരു കാര്യം ചെയ്യണം. ഉടനെ നിങ്ങൾ രാജേഷെ കേട്ടില്ലേ, ശ്രീനാഥ്ജി പറഞ്ഞിട്ടില്ലേ ചെയ്യൂ, രാജേഷ് ഗോപാൽ മറ്റേ ആ സിനിമയിൽ പറയുന്നില്ലേ നാരായണിമാ അത് വെള്ളം വെക്കൂ എന്ന് പറയുന്നില്ലേ, അതേപോലെ ഇങ്ങനെ മാറി പോകാന്നല്ലാതെ ഈ പണി നടക്കില്ല. ഡെലിഗേറ്റ് ചെയ്യല്ല, വേറെ ആൾക്കാരെ ഏൽപ്പിക്കുക. അത് അങ്ങനെ, അതായത് ഒരാൾ ഉത്തരവാദിത്തോടു കൂടി അനേകം ആൾക്കാരെ ഏൽപ്പിച്ചത് കോർഡിനേറ്റ് ചെയ്യണം എന്താട്ടെ, ഇത് ഏൽപ്പിച്ചോടുകൂടി എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞതാ, പിന്നെ അയാൾ ചെയ്തോളൂ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ അവസാനത്തെ ആളോട് നമ്മൾക്ക് പറഞ്ഞാൽ മതിയല്ലോ. ഈ വീട്ടിലൊക്കെ കാണാം ഏറ്റവും ഇളയ ആൾക്കാണ് ഈ സാധനം വരിക, നമ്മൾ വിളിക്കുമ്പോഴേ മൂത്തയാൾ താഴെ ഏൽപ്പിച്ചു അങ്ങനെ ഏൽപ്പിച്ച് പോണേ. അതിനാണ് പിന്നെ പ്രേക്ഷകൻ. പിന്നെ ബാണൻ എന്ന് പറഞ്ഞാൽ രാജേഷേ നാളെ രാവിലെ എറണാകുളം വരെ പോകണം, നമ്മളെന്ന് പറഞ്ഞു ശരിക്കാം,
നമ്മൾ രാവിലെ എഴുന്നേറ്റ് 8 മണിക്ക് പുറത്തേക്ക് വരുമ്പോഴേക്ക് അയാൾ ഓടിക്കതച്ചു തരും. നീ അവിടെ പോയി, ഞാൻ എറണാകുളം പോയി, നിങ്ങളല്ലേ എറണാകുളം പോയി എന്നാണ്. അയാൾ എറണാകുളത്ത് പോയി തിരിച്ച് വന്നിരിക്കുക. എന്തിനാണ് ഈ പോയത്? അല്ലെങ്കിൽ നാളെ രാവിലെ എറണാകുളം പോകണമെന്ന് പറയുമ്പോൾ അയാൾ എറണാകുളത്ത് എത്തി രാവിലെ ഇവിടെ ഫോൺ ചെയ്യും, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വരാൻ പറയുന്നത്. ചിലപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും സാധനം കൊണ്ടുപോകാനോ ഒക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ 7 തരം ആൾക്കാർ. ഇനി വേറൊരു കാര്യം പറയട്ടെ, ഈ 7 സ്വഭാവവും നമ്മളെ ഉള്ളിലുണ്ട്. ചില പേഴ്സൻറ്റേജ് ആ സ്വഭാവത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവും. ഈ 7 ആൾക്കാരെ ഉപേക്ഷിക്കണം, ഈ 7 സ്വഭാവങ്ങളെ ഒരാൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ പുരാണത്തിൽ ഉള്ളത് ഒരു കഥയല്ല ശരിക്കും, ഇത് വളരെയധികം ഒക്കെ സൈക്കോളജിയാണ്. ഇനി ഞാൻ ഇന്ന് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ടെന്ന് കരുതിയിട്ടാണ്. ദേവി മഹാത്മ്യത്തിലൊക്കെ പറയുന്ന ചില കഥാപാത്രങ്ങളുണ്ട്, പൂർണ്ണമായിട്ട് സൈക്കോളജിയാണ്. അതായത് ദേവി മഹാത്മ്യത്തിൽ പറയുന്ന മധുവും കൈടബൻ എന്ന് പറയുന്ന 2 ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ മധു എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് തേന്, എൻ്റെ അഹങ്കാരമാണ് മധു. കീടബൻ, കൈടം എന്ന് പറഞ്ഞാൽ പ്രാണി, ചെറുത് എന്നൊക്കെ അർത്ഥം. ഞാനൊന്നിനും കൊള്ളാത്തവനാണെന്നുള്ള ചിന്ത. ഈ ലോകത്തിലെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം ഒന്നുകിൽ എൻ്റെ സുപ്യൂരിറ്റി കോംപ്ലക്സ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സാണ്. ഈ സുപ്യൂരിറ്റി കോംപ്ലക്സിന് ഒരു കഥാപാത്രമായിട്ടും ഇൻഫ്യൂരിറ്റി കോംപ്ലക്സിനെ വേറൊരു കഥാപാത്രമായിട്ട് എന്ത് മനോഹരമായിട്ടാണ് എന്നെ പ്രസൻറ്റ് ചെയ്തത്. കാരണം ഭാരതത്തിലെ ഋഷിമാർ ഒരേ സമയത്ത് ശാസ്ത്രജ്ഞന്മാരുമാണ്, അതേ സമയത്ത് സാഹിത്യകാരന്മാരുമാണ്. അവർ ഫിലോസഫിയെ കഥകളായിട്ടാണ് പറഞ്ഞു വെച്ചത്, അവർ ഫിലോസഫിയെ ആചരണങ്ങളായിട്ടാണ് അവതരിപ്പിച്ചത്. കാരണം ആചരണങ്ങൾ കോപ്പി ചെയ്യപ്പെടും. അതുകൊണ്ടാണ് 5000 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മൾ അത് ഫോളോ ചെയ്യുന്നത്, അതേപോലെ നമ്മൾ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് ഒരു മോഡേൺ ആയിട്ട് കാണുന്ന അവസ്ഥയാണ്, നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. സത്യമായിട്ട് അതാണ്. ഇതെന്താണ് ഈ പുരാണം കേൾക്കുമ്പോൾ നമുക്ക് വിഡ്ഢിത്തൊക്കെ തോന്നും. അതെ, പലപ്പോഴും ആൾക്കാർക്ക് എന്താണ് ഹിന്ദു ദൈവങ്ങൾക്ക് 5ഉം 10ഉം കൈകൾ, അതിലൊക്കെ ഭീകര ആയുധങ്ങൾ, ആരെങ്കിലും കണ്ടാൽ കുത്തി കൊല്ലുക, ഈ തലയോട്ടി ധരിച്ച് നാവൊക്കെ നീട്ടി പേടിപ്പിക്കുന്ന ഒരു ദേവത, ഇതൊക്കെ എന്ത് ലോജിക്കാണ്? ഇത് ഇല്ലോജിക്കലായിട്ടുള്ള കുറേ സങ്കല്പങ്ങളല്ലേ എന്നാ ചോദിക്കുക. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ലോജിക്ക് മനസ്സിലാക്കിയാൽ, അതിനെ ഡീകോഡ് ചെയ്യാൻ പഠിച്ചാൽ, ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. കാരണം മഹാവിഷ്ണുവിനൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ വിഷ്ണു പാലാഴിയിൽ കിടക്കുന്ന വിഷ്ണു, അനന്തൻ ശയ്യായിരിക്കുന്ന അനന്തശായിയായ വിഷ്ണു, ആ വിഷ്ണു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വ്യാപിച്ച് നിൽക്കുന്നത്, അതായത് സ്പേസാണ് വിഷ്ണു. ആ സ്പേസ് ഇല്ല, അത് അൺലിമിറ്റഡ് ആണ്, നമുക്ക് അതിന് ലിമിറ്റില്ല. എന്നാൽ അത് ലിമിറ്റഡ് ആയിട്ടാണ് പ്രപഞ്ചമായത്, അത് എനർജിയാണ് മാറ്റർ ആയത് എന്ന് പറയുകയാണ്. അതിന് കാരണം കാലം ദേശം എന്ന് പറയുന്ന 2 സാധനങ്ങളാണ്, ടൈം ആൻഡ് സ്പേസ്. ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ ഏതാണ്ട് 90ൻ്റെ കാലഘട്ടത്തിലാണ് പ്രപഞ്ചത്തിന് പുതിയൊരു 4മതൊരു മാനമുണ്ട്, അത് ടൈം ആൻഡ് സ്പേസ് കണ്ടിന്യൂവം എന്ന് പറഞ്ഞത്. അനാദികാലം പിന്നെ ലളിതാ സഹസ്രനാമത്തിൽ ദേശകാല പരിച്ഛിന്ന എന്നൊരു പേരുണ്ട് ദേവിക്ക്. ദേശത്തെയും കാലത്തെയും കണ്ടിന്യൂവം, സെയിം 1000 വർഷം മുമ്പാണ് പറഞ്ഞത്. അപ്പം കാലം അല്ലെങ്കിൽ ടൈമാണ് നമ്മളെ ലിമിറ്റാക്കുന്നത് എന്ന് പറയാൻ വേണ്ടി അനന്തൻ ടൈമിൻ്റെ പ്രതീക, ചുരുളുകളാണ്. കാലൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ടൈമിനെയാണ്, കാലം തന്നെയാണ് കാലൻ, സമയത്തെയാണ് സമയമാണ് എല്ലാത്തിനും ഇല്ലാതാക്കുന്നത്. അപ്പോൾ നോക്കുക, സമയത്തിന് നമുക്ക് ഒരു പിക്ചർ ഇമേജ് കൊടുക്കാൻ അതിനാണ് കാലൻ. കാലഭൈരവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ടൈമിൻ്റെ, കാലഭൈരവൻ എന്ന് പറഞ്ഞാൽ സമയം എന്ന് പറയുന്ന സമയം നമ്മളൊക്കെ ഇല്ലാണ്ടാക്കുന്ന ആളാണ്. നമ്മളില്ല, സമയത്തിൻ്റെ അപ്പുറം കടന്ന ആളാണ് കാലഭൈരവൻ. അതായത് മഹാകാലൻ ശിവനാണ്. അപ്പം സമയം എന്ന് പറയുന്ന പരിധിന് അപ്പുറത്തേക്ക് കിടക്കുക. ഞാൻ ശരീരത്തിന് മാത്രമേ സമയപരിധിയുള്ളൂ, എനിക്ക് ശരീരത്തിന് മുമ്പും ശേഷമൊക്കെ ഞാനുണ്ട്. ആ ബോധമുള്ള ആൾ ആണ് ഭൈരവനെ ഉപാസിക്കാൻ പറഞ്ഞത്. ഇതുപോലെ ചിന്തകൾ, ഈ ചിന്തകളാണ് ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കിയത്. അതിനെ തുടർന്ന് പിടിച്ചാണ് എൻ്റെ ഒരു പാത ശ്രീവിദ്യയാണ്. ശ്രീവിദ്യ സമ്പ്രദായത്തിലാണ്. അതേസമയത്ത് തന്ത്രത്തിലെ എല്ലാ സമ്പ്രദായത്തിലെയും ഞാൻ പഠിച്ച സമ്പ്രദായം മാത്രം ശരി, മറ്റൊക്കെ തെറ്റ് എന്ന് പറയുന്നത് തന്ത്രത്തിൻ്റെ അനിന്ദ എന്ന് പറയുന്ന നിയമമാണ്, അതിന് വിരുദ്ധമാണ്. അതുകൊണ്ട് പറയാനുള്ള താല്പര്യം കൊണ്ട്, കാരണം ഇവിടെ ദക്ഷിണ സമ്പ്രദായത്തിലെ ആൾക്കാർ പറയും ഇവിടെ ബലിയൊക്കെ മോശമാണ്, അതൊക്കെ സനാതന സംസ്കാരമല്ല, ജീവികളെ കൊല്ലുന്നൊന്നും പാടില്ല എന്നൊക്കെ. പക്ഷേ കൗളാചാരത്തിലും വാമാചാരത്തിലൊക്കെ അതിന് കൃത്യമായ വിധാനങ്ങളും ഒരു ഫിലോസഫിയുണ്ട്. ആ ഫിലോസഫി പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാവുക. അതുകൊണ്ട് തന്ത്രത്തിലെ എല്ലാ സ്കൂൾ ഓഫ് തോട്ടും പഠിക്കാനുള്ള താല്പര്യം, അതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരെ പോയി കാണുക, അത് വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഏതൊരു വിഷയത്തെയും എല്ലാ ആംഗിളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ മനഃശാസ്ത്രം എന്നൊരു വിദ്യയും ശ്രീവിദ്യ എന്നൊരു വിദ്യയും
ഒരേ സമയമാണ് നമ്മൾ അങ്ങ് പഠിക്കുന്നത് അല്ലേ, രണ്ടും ഒരേ സമയത്താണ് ഗുരുവിനെ കാണുന്നതും പഠിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു 2 സാധനം പഠിക്കുമ്പോൾ ഇന്ന് അങ്ങൊരു ഗൃഹസ്ഥനാണ് അല്ലേ, അങ്ങക്ക് രണ്ട് ആൺകുട്ടികൾ, 2 പിള്ളേർ, 2 ആൺകുട്ടികൾ, ഒരു ഭാര്യയും 2 കുട്ടികളുണ്ട്. അതെ അതെ അതെ. അത് അങ്ങയുടെ ഒരുപാട് സൈക്കോളജി എക്സാമ്പിളൊക്കെ തന്നെ ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും പതിഞ്ഞിട്ടുള്ളതാണ്. എന്താ പറയുക, അങ്ങയുടെ പ്രിയ പത്നിയായാലും. ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സിലെയും പ്രധാന കഥാപാത്രങ്ങൾ എൻ്റെ ഭാര്യയും മക്കളാണ്. കാരണം ഞാൻ എന്തൊരു നോളജ് പഠിച്ചാലും അത് എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കും. അതിൽ ഞാൻ വിജയിച്ചാൽ മാത്രമേ ഞാനൊരാളോട് പറയാറുള്ളൂ. കാരണം എനിക്ക് പറ്റാത്തൊരു കാര്യം ഞാൻ ഒരാളോട് പറയരുതല്ലോ. അപ്പോൾ എൻ്റെ മകനും ഞാനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്നെ ഏറ്റവും നല്ല ഒരു പാരൻ്റ് ആക്കിയത് മോനാണ്. അവൻ പഠിപ്പിച്ച കാര്യങ്ങൾ, മൂത്താൾ. ഞാൻ മക്കളോട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പുസ്തകം എഴുതിയപ്പോൾ കുഞ്ഞുണ്ണി ഗുരു, അവനെ കുഞ്ഞുണ്ണി എന്നാണ് കുട്ടിക്കാലത്ത് വിളിച്ചത്, ശ്രാവൺ എന്നാണ് അവൻ്റെ പേര്. കുഞ്ഞുണ്ണി ഗുരു എന്നാണ് അതിന് പേരിട്ടിരുന്നത്. അവൻ എന്നെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ. രണ്ടാമത്തെ ആളുണ്ട്, അയാളും എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. ശ്രാവൺ ഒരുപാട് കുഞ്ഞുണ്ണി എന്ന് വെച്ചാൽ നിങ്ങൾ കുഞ്ഞുണ്ണി എന്ന് വിളിക്കുന്ന ശ്രാവണിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലും ബുക്കുകളൊക്കെ നമുക്ക് കേൾക്കാൻ. അപ്പം ഞാൻ പറയുന്ന ഈ ഗൃഹസ്ഥ ജീവിതത്തിൽ ഈ ശ്രീവിദ്യോപാസനയും ഇപ്പം നിത്യചേതി ഇപ്പം നിങ്ങൾ വിളിക്കുന്നതൊക്കെ നിങ്ങളെ കഥകളൊക്കെ ഇപ്പോഴും പറയുമ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങൾ എങ്ങനെ, കാരണം ഒരു സാധാരണ ഇപ്പം എനിക്കറിഞ്ഞൂടെ സ്പിരിച്വൽ സീക്കർ എന്ന് പറയുന്ന സമയത്ത് അത് ഏത് തരത്തിലാണെന്ന് അങ്ങിപ്പോൾ പറയണ്ടായി, സ്പിരിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അത് വാക്ക് ഉപയോഗിക്കാൻ ഒരു മടി. പക്ഷേ എങ്കിലും ആ ആധ്യാത്മിക ജീവിതം വളരെ ബാലൻസ്ഡ് ആയിട്ട് അങ്ങ് കൊണ്ടുപോകാൻ എങ്ങനെയാണ് അത് കൊണ്ടുപോയിരുന്നത്? ഇപ്പം ഇതുവരെയുള്ള അങ്ങയുടെ യാത്ര ഞാനെപ്പോഴും കാണുമ്പോൾ ഞാനും എപ്പോഴും കേൾക്കാറുണ്ട്, നിങ്ങൾ എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ എന്നാൽ എപ്പോഴും സംസാരിക്കാത്ത അങ്ങനൊരു നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങളെങ്ങനെയാണ് അതൊരു മാനേജ് എന്നല്ല, അതെങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത്? അതെന്താണെന്ന് വെച്ചാൽ ഈ ഭാരതത്തിലല്ല ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ഒരു ചിന്ത, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഭാര്യനെ മക്കളൊക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ ബ്രഹ്മചാരി ആയിരിക്കണം, സന്യാസി ആയിരിക്കണം, ഒന്നിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടായത് ഒക്കെ ഉപേക്ഷിക്കണം എന്നുള്ളതൊക്കെയാണ്. ഭാരതത്തെ നമ്മൾ ആർഷഭാരതം എന്നാണ് വിളിച്ചത്. ഋഷിമാരുടെ നാടാണ് ഭാരതം എന്നറിയപ്പെട്ടത്. സന്യാസിമാരുടെ നാടാണ് ഭാരതം എന്നറിയപ്പെട്ടത്. ഋഷി എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ എല്ലാ ഋഷീനെ എടുത്ത് നോക്കൂ, 1-2 ഭാര്യമാരോടൊപ്പം എല്ലാ സമൃദ്ധിയോടും കൂടി ജീവിച്ച ആൾക്കാരാണ് ഋഷി. കാരണം പണ്ട് ഋഷികളൊക്കെ തർക്കത്തിന് പോകുന്ന സമയത്ത്, അന്ന് വാക്തർക്കങ്ങളാണ്, ആ തർക്കത്തിലൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ കിട്ടുക കൊമ്പും കുളമ്പും സ്വർണ്ണത്ത് കെട്ടിയ 1000 പശുവിനൊക്കെയാണ്. ഈ കൊമ്പും കുളമ്പും സ്വർണ്ണത്ത് കെട്ടിയ 1000 പശുവിനെ കൊണ്ടുപോയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര സമ്പത്ത് വേണം അയാൾക്ക്. അപ്പോൾ ഭാരതത്തിലെ ഋഷി സമ്പന്നനായിരുന്നു. അയാൾ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയ ആളാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തെ സംബന്ധിച്ച് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അതേപോലെ തന്നെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. ആദ്യം ബ്രഹ്മചര്യാവുക, പിന്നെ ഗൃഹസ്ഥനാവുക, ഗൃഹസ്ഥാശ്രമത്തോട് കടന്നുപോയി, പിന്നെ വാനപ്രസ്ഥാശ്രമം. അതായത് കുടുംബത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതും കഴിഞ്ഞ് സംഭവിക്കേണ്ടത്, നമ്മൾ എത്തിച്ചേരേണ്ടതാണ് സന്യാസം. സമ്യക് ന്യസ്യത്തെ അനേനായി സന്യാസിവ. ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമാണ് ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് സന്യാസത്തിലേക്ക് പോകാനുള്ള അനുവാദം ഭാരതീയ സംസ്കാരം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്പിരിച്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ജീവിതത്തെ, കുടുംബജീവിതത്തെ ഒരുപാട് നന്നാക്കാൻ സാധിക്കും, കുറച്ചുകൂടി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് സ്പിരിച്വാലിറ്റി ഇപ്പോൾ വിചാരിക്കണ മാതിരി 60+ 70+ തുടങ്ങേണ്ട ഒരു സാധനമല്ല. ഏറ്റവും എത്ര കുട്ടിക്കാലത്ത് നമുക്കത് കിട്ടുന്നോ അത്രയും നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറി നിന്ന് കാണാനും എൻജോയ് ചെയ്യാനും കടന്നു പോകാനും സാധിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടിക്കാലത്ത് കിട്ടിയ ഈ അനുഭവങ്ങളും ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയപ്പോൾ ജീവിതം വളരെ മനോഹരമാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വരി വളരെ മനോഹരമായിട്ട് ഇതൊക്കെ നമ്മൾ നേരിടാൻ, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകണം. കാരണം കല്യാണം കഴിക്കാതെ ജീവിക്കുക എന്നുള്ളത് എളുപ്പമാണ്, കല്യാണം കഴിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത്. ഒരു കുടുംബത്തോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ആൾക്കാർ പറയുന്നത്. പക്ഷെ അതിലൂടെ കടന്നു പോകാൻ നമ്മളെ സഹായിക്കുന്നതാണ് എല്ലാ കഥകളും. രാമനാവട്ടെ, കൃഷ്ണനാവട്ടെ, ഇനി ആരെ നോക്കുകയാണെങ്കിലും ഭാരതത്തിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഋഷിമാരാവട്ടെ ഒക്കെ ഗൃഹസ്ഥരായിരുന്നു. പത്നിമാരോടൊത്ത് എല്ലാ സമൃദ്ധിയോടും കൂടി ജീവിച്ചവരാണ്. അവരൊറ്റയ്ക്ക് ജീവിച്ചവരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കും അവർക്ക് അവർ ഭാര്യമാർ, ഒരനിയന്മാർ, കാരണം നമ്മൾ ഏത് ഈവൻ മഹാഭാരതം മുതൽ നമ്മൾ എന്തെടുത്താലും അതിലൊക്കെ തന്നെ കുടുംബ ബന്ധങ്ങൾക്ക് ശക്തമായ പ്രാധാന്യം എല്ലാ സ്ഥലത്തും കൊടുത്തിട്ട് അതെങ്ങനെ മാനേജ് ചെയ്യണം, രാമൻ ലക്ഷ്മണനോട് ഉള്ള ഇടപെടലുകൾ എങ്ങനെ കാണുന്നു എന്നുള്ളത്, രാമൻ സീതേനെ ലക്ഷ്മണൻ കാണുന്ന രീതി,
ഇതൊക്കെ രാമായണം വലിയൊരു രാമായണമാവട്ടെ ഭഗവത്ഗീത ആവട്ടെ ഇതൊക്കെ 100% സൈക്കോളജിയാണ്, ഫിലോസഫിയാണ്. ആ രീതിയിൽ അതെടുക്കുമ്പം അത് വേണ്ട രീതിയിൽ പഠിക്കുകയാണെങ്കിൽ വരുന്നൊരു തലമുറ മറ്റൊന്നും പഠിക്കണ്ട, അത്ര കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് ഈ കാര്യങ്ങൾ വ്യവസ്ഥയാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ അതിനെ ഡീകോഡ് ചെയ്യാൻ പഠിച്ചാൽ മതി. അത് മാത്രമാണ് നമ്മളെ പണി. അത് നമ്മൾ ചെയ്യാം. കുടുംബജീവിതം കറക്റ്റായിട്ട് ഒരു ഭദ്രത എന്നുള്ളതും ഒരു പരസ്പര വിശ്വാസമൊക്കെ ബിൽഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാന്ന് തോന്നുന്നു. എല്ലാ അതിൻ്റെ മേഖലകളെക്കുറിച്ചും വിശദമായിട്ട് ഈ പുരാണം കേവലം കഥയായിട്ട് എടുക്കാതെ അത് ഫിലോസഫി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വളരെ മനോഹരമാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടായ സാധനാ ജീവിതത്തിലാവട്ടെ ഇതിലൊക്കെ ഉണ്ടായ മാറ്റം ഈ പഠിക്കുന്ന കാര്യങ്ങൾ തലയിലേക്ക് എടുക്കാതെ തലയിൽ വെക്കാതെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ടാണ്. കാരണം ദേവി മഹാത്മ്യത്തിൽ ഹൃദയേഷു ബുദ്ധി എന്നൊരു വാക്കുണ്ട്. ഹൃദയത്തിലെ ബുദ്ധി ആയിരിക്കുന്നവൾ നീയാണ് എന്ന് പറയാം. അപ്പം നമ്മൾ വിചാരിക്കും ഈ ഋഷിക്ക് തെറ്റിപ്പോയി, ബുദ്ധിയൊക്കെ തലയിലല്ലേ എന്നാണ്. പക്ഷെ അതേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം ടീച്ചർ നമ്മളോട് പറഞ്ഞത് ഈ പദ്യം നാളെ നീ ബൈഹേർട്ടാക്കണം, ഹൃദിസ്ഥമാക്കണം എന്നാണ്. നീ നാളെ ഈ പദ്യം തലയിലാക്കി കൊണ്ടുവരണം എന്നല്ല പറഞ്ഞത്. കാരണം ഹൃദിസ്ഥമായ അറിവ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളവരെ വരൂ. സത്യം. അപ്പോൾ എത്ര കാലം മുന്നെയാണ് നമ്മൾ ബൈഹേർട്ട് അല്ലെങ്കിൽ ഹൃദിസ്ഥം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്? അപ്പോൾ ഹൃദയത്തിലെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളാണ്, ജീവിതാനുഭവങ്ങൾ. അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് നമ്മളെ തന്നെ ഓരോ ദിവസം കൂടുമ്പോൾ മെച്ചപ്പെടുത്താൻ തുടങ്ങുക. അങ്ങനെ മെച്ചപ്പെടുത്തുമ്പോൾ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. സമാജം ഇങ്ങനെയാണ്. ലോകത്തെ കുറ്റം പറയാൻ തുടങ്ങിയാൽ ഇങ്ങനെ കുറ്റം മാത്രമേ കാണാനുള്ളൂ. നേരെ മറിച്ച് ലോകത്ത് നന്മ കാണാൻ തുടങ്ങി ഒരുപാട് നന്മയുണ്ട്. അപ്പോൾ നമ്മളെ സമയം നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഏറ്റവും മനോഹരമാണ് ജീവിതം, ഏറ്റവും മനോഹരമാണ് ലൈഫ്. നമുക്ക് മനസ്സിലാവും. സ്പിരിച്വാലിറ്റി നമുക്ക് തരുന്നൊരു സ്വാതന്ത്ര്യമാണ് ഈ കുടുംബജീവിതം. അങ്ങനെ ഓരോന്നും പ്രാക്ടീസ് ചെയ്ത് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാൽ, പ്രാക്ടീസ് ചെയ്താൽ, അനുഭവത്തിൽ കൊണ്ടുവന്നാൽ ഞാൻ നോക്കൂ, എൻ്റെ അനുഭവമാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയല്. അല്ലാണ്ട് അമേരിക്കയിൽ ഉഗാണ്ടയിലുണ്ടായ അയാളെ നോക്കൂ എന്ന് പറഞ്ഞാൽ ഉഗാണ്ടയിൽ ഉഗാണ്ടക്കാർ നോക്കിയാൽ പോരെ. നമ്മൾ ഇവിടുത്തെ സാഹചര്യം അല്ലല്ലോ അവിടുത്തെ സാഹചര്യം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയും ഞാനും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ലോകത്തിലെ എല്ലാ ഭർത്താവും ഭാര്യയും മക്കളും തമ്മിലുള്ളത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് എനിക്കിത് കുറച്ചുകൂടി പറയുന്ന സമയത്ത് ആൾക്കാർക്ക് ഇത് ഇയാൾ പറയുന്നത് എൻ്റെ കഥയാണല്ലോ, എന്നെക്കുറിച്ചാണല്ലോ പറയുന്നത് എന്നുള്ള തോന്നലുണ്ടാവും. കണക്ട് ചെയ്യാൻ കൂടുതലും. അതെ അതെ. അപ്പോൾ ഒത്തിരി നന്ദി അങ്ങയുടെ ഈ ഒരു സ്വകാര്യ ഒരു പേഴ്സണൽ സ്പേസിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയത്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ശ്രീവിദ്യയെക്കുറിച്ചും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞൊരു വിഷയമുണ്ട്. അതായത് ഭാരതീയ ശാസ്ത്രങ്ങൾ വരുന്നൊരു തലമുറ സ്വീകരിക്കണമെങ്കിൽ അവർ ഏറ്റവും നല്ല തലമുറയാണ് ഇനി വളർന്നു വരുന്നത്. അവർക്ക് ഇപ്പോൾ അവരുടെ ധാരണ ഇതൊക്കെ ഈ പറയുന്ന ഓരോ ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് ഈ ഒരു സൂചന കൊടുത്താൽ കാളി എന്തുകൊണ്ട് കറുപ്പായി. ഞാൻ അമേരിക്കയിൽ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ കഴിഞ്ഞ ദിവസം എന്നോട് പറയാണ്, സാറേ കാളി അത് ബ്ലാക്ക് ഹോളാണ്, കാരണം ആ ബ്ലാക്ക് എല്ലാത്തിനെ ഇല്ലാതാക്കുന്നത്, അതുകൊണ്ടാണ് കാളിക്ക് കറുപ്പ് കിട്ടിയത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കുട്ടികൾ ചെറിയ പിള്ളേർ അവിടെ പഠിക്കുന്ന +2 പഠിക്കുന്ന പിള്ളേർ അവർ ഈ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി നോക്കുന്ന സമയത്ത് അവർ പറയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് ഇങ്ങനെയാണ് എന്നുള്ള ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ടല്ലോ, അത് ഈ സെയിം സാധനമാണല്ലോ. അപ്പം നോക്കുമ്പോൾ അവർ ഇത് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വലിയ സത്യങ്ങളാണ്. അങ്ങനെ ഇതിനെ രണ്ടിനെയും കൂടി കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന അടുത്ത തലമുറയിലേക്ക് ഇത് എത്തിച്ചില്ലെങ്കിൽ ഈ സംസ്കാരം ഈ പറഞ്ഞോണം പുറന്തള്ളപ്പെടും. ആ ഒരു ചെറിയ പണിയാണ് നമുക്ക് എടുക്കാനുള്ളത്. ഇതിൻ്റെ ആ ഫിലോസഫി ഒന്ന് അവരിലേക്ക് കണക്ട് ചെയ്താൽ മതി. നമ്മളെക്കാൾ നല്ല തലമുറയാണ്, അവർ കൃത്യമായിട്ട് ഈ സാധനത്തെ കൊണ്ടുപോയിക്കോളും. നമ്മളാണ് പിന്നും കുറേ അന്ധവിശ്വാസവും അനാചരണമായിട്ട് ഫിലോസഫി പഠിക്കാണ്ട് പോയത്. ഫിലോസഫിക്കലി ഈ ഓരോന്നിനെയും ചർച്ച ചെയ്യാൻ പഠിക്കുമ്പം അത് ലോകത്ത് വലിയ, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു വലിയ ആ പരമപദത്തിലേക്ക്, വിശ്വഗുരു എന്നുള്ള പദത്തിലേക്ക് ഭാരതം എത്താൻ വലിയ താമസം ഉണ്ടാവില്ല. കാരണം നോളജ് ഇവിടെ ഉണ്ട്. അതിനെ ഒന്ന് എത്തിക്കുക എന്നുള്ളത് മാത്രം മതി. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോകളിൽ നമുക്ക് ഇതുപോലെ ഓരോ വിഷയങ്ങളായിട്ട് വരാം. നന്ദി, നമസ്കാരം.